ലഡ്കി ബഹിൻ യോജന പദ്ധതിയിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർണായകമായ നീക്കം. അർഹരല്ലാത്ത 80 ലക്ഷം ഗുണഭോക്താക്കളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. KYC പരിശോധനയിലും വിവിധ സർക്കാർ ഡാറ്റാബേസുകളുമായുള്ള രേഖാ പരിശോധനയിലുമാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്നാണ് സർക്കാരിന്റെ നിർണായകമായ നടപടി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയ വിവരമനുസരിച്ച് ഒഴിവാക്കപ്പെട്ടവരിൽ 14,000 പുരുഷന്മാർ, 5 ലക്ഷം സർക്കാർ ജീവനക്കാർ, 10 ലക്ഷം ആദായ നികുതി ദായകർ, വാഹന ഉടമകളായ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്നിവരും ഉൾപ്പെടുന്നു. സ്ത്രീകൾക്കായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയിൽ പുരുഷന്മാർ പോലും ഗുണഭോക്താക്കളായി ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ. പദ്ധതി ആരംഭിച്ചപ്പോൾ സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപേക്ഷകൾ സ്വീകരിച്ചിരുന്നത്. തുടർന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉയർത്തിയ ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. ഇതോടെയാണ് വൻതോതിലുള്ള അർഹതാ ലംഘനങ്ങൾ പുറത്തുവന്നത്. നിലവിൽ പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം ഏകദേശം 2.5 കോടിയിൽ നിന്നും 1.7 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ജനം, ഡൽഹി.